പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജനുവരി 27, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫേഴ്സിന് വേണ്ടി സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ നോളജാണ് വർദ്ധിപ്പിക്കുന്നത്, നമ്മുടെ കോൺഫിഡൻസ് മാറും. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു പരീക്ഷയിലും എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ജനുവരി 27 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2025 പത്മ അവാർഡ്സ്, 7 ഗെറ്റ് പത്മവിഭൂഷൺ, 19 പത്മഭൂഷൺ. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സും അതുപോലെ തന്നെ ഗാലൻട്രി അവാർഡ്സ് സംസ്ഥാനങ്ങളിൽ തന്നെ പറയുമ്പോൾ ഓരോ പോലീസ് അവാർഡ്സ് നൽകുന്ന ഒരു ദിനമാണ് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡ്സുകൾ. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഏറ്റവും കൂടുതലായിട്ട് പോയിന്റ് ഉള്ളത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട അവാർഡ്സ് ആണ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 എത്ര വ്യക്തികൾക്ക് പത്മ അവാർഡുകൾ ലഭിച്ചു? 139 വ്യക്തികൾ. 2029 പത്മ അവാർഡ് പ്രഖ്യാപിച്ചു. ഇതിൽ 139 വ്യക്തികൾക്കാണ് പത്മ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ആണ് ഭാരത് രത്ന. എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന അവാർഡ്സ് ആണ് പത്മ അവാർഡുകൾ. പത്മ അവാർഡ് തന്നെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് പത്മവിഭൂഷൺ, അത് കഴിഞ്ഞാൽ പിന്നെ പത്മഭൂഷൺ, മൂന്നാമത്തേത് പത്മശ്രീ. ഈ പ്രാവശ്യം പത്മവിഭൂഷൺ 7 പേർക്കാണ് നൽകിയിട്ടുള്ളത്. ഈ 7 പേരിൽ 3 പേർ മരണാനന്തരമാണ്. കൂടാതെ പത്മഭൂഷൺ ആണെങ്കിൽ ഈ പ്രാവശ്യം 19 പേർക്കാണ്. ഈ 19 പേരിലും 4 പേർ മരണാനന്തരമാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ പത്മശ്രീ ആണ്. 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ഈ പ്രാവശ്യം. 2025 എത്ര വ്യക്തികൾക്ക് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു? 7 പേർക്ക് പത്മവിഭൂഷൺ. 7 പേർക്കാണ് പത്മവിഭൂഷൺ, അതായത് സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള സിവിലിയൻ അവാർഡ് ആണ് പത്മവിഭൂഷൺ. ഇത് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് 7 പേർക്കാണ്. ഈ 7 പേരിൽ ഒന്ന് മെഡിസിൻ, ഒന്ന് പബ്ലിക് അഫേഴ്സ്, 3 ആർട്സ്, ഒരു ലിറ്ററേച്ചർ, ഒരു ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദ സിൻഹ എന്നിവർ മരണാനന്തരമാണ്. 2025 എത്ര വ്യക്തികൾക്ക് പത്മഭൂഷൺ, പത്മശ്രീ അവാർഡുകൾ ലഭിച്ചു? 19 പേർക്ക് പത്മഭൂഷൺ, 113 പേർക്ക് പത്മശ്രീ അവാർഡ് ആണ് 2025 ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള പത്മ അവാർഡ്. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന ഒന്നാണ് പത്മവിഭൂഷൺ, രണ്ടാമത്തേതാണ് പത്മഭൂഷൺ 19 പേർക്ക്, മൂന്നാമത്തേത് പത്മശ്രീ ആണ്. 2025 കേരളത്തിൽ നിന്ന് എത്ര വ്യക്തികൾക്ക് പത്മ അവാർഡ് ലഭിച്ചു? 5 പേർക്ക്. ഈ പ്രാവശ്യത്തെ പത്മ അവാർഡിൽ കേരളത്തിൽ നിന്ന് 5 പേർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഈ 5 പേർ ആണ്. പത്മഭൂഷൺ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് MT വാസുദേവൻ നായർ, മരണാനന്തരമാണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ പത്മഭൂഷൺ അവാർഡ് ലഭിച്ച 2 വ്യക്തികൾ ഉണ്ട് ഈ പ്രാവശ്യം. ഒന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, അദ്ദേഹത്തിന് പത്മഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ അത് PR ശ്രീജേഷ് ആണ്. ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷ്, അദ്ദേഹത്തിനും പത്മഭൂഷൺ ആണ് ലഭിച്ചിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ പത്മ ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 പേർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് മ്യൂസിഷ്യൻ K ഓമനക്കുട്ടി അമ്മ, മറ്റൊന്ന് IM വിജയൻ, ഫുട്ബോൾ താരമായിട്ടുള്ള IM വിജയൻ ആണ് ലഭിച്ചിട്ടുള്ളത്. ആകെ 5 പേർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് MT വാസുദേവൻ നായർ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, PR ശ്രീജേഷ്, IM വിജയൻ, മ്യൂസിഷ്യൻ ആയിട്ടുള്ള K ഓമനക്കുട്ടി അമ്മ. 2025 കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? MT വാസുദേവൻ നായർ, മരണാനന്തരം. നേരത്തെ പറഞ്ഞു MT വാസുദേവൻ നായർ ആണ് പത്മ അവാർഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 വിദേശികൾ, NRI, PIO, OCI വിഭാഗത്തിൽ നിന്ന് എത്ര വ്യക്തികൾക്ക് പത്മ അവാർഡ് ലഭിച്ചു? 10 വ്യക്തികൾക്ക്. 10 ഇൻഡിവിജ്വൽസ് ആണ് ഈ പ്രാവശ്യത്തെ ഫോറിനേഴ്സ്. NRI അതായത് നോൺ റെസിഡന്റ് ഇന്ത്യ, PIO അതായത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, OCI ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് 10 പേർക്കാണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 2 കീർത്തിചക്ര, 14 ശൗര്യചക്ര ഇൻ 93 ഗാലൻട്രി അവാർഡ്സ്. 93 ഗാലൻട്രി അവാർഡുകളിൽ 2 കീർത്തിചക്രയും 14 ശൗര്യചക്രയും. മിലിറ്ററി ആയി ബന്ധപ്പെട്ട ഒരു അവാർഡ് ആണ് ഗാലൻട്രി അവാർഡ്സ്. ഇതിൽ ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് 2 കീർത്തിചക്രയും 14 ശൗര്യചക്രയുമാണ്. ഇന്ന് ഏറ്റവും ടോപ്പിൽ വരുന്ന
രണ്ടാമത്തെ ഒരു ഗാലൻട്രി അവാർഡ് ആണ് കീർത്തി ചക്ര. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒന്നാണ് ശൗര്യ ചക്ര. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 എത്ര ഗാലൻട്രി അവാർഡുകൾ അനുവദിച്ചു? 93 ഗാലൻട്രി അവാർഡ്സ്. 93 ഗാലൻട്രി അവാർഡ്സ് ആണ് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. പരമോന്നത ധീരത അവാർഡ് ആയ കീർത്തി ചക്ര എത്ര ഉദ്യോഗസ്ഥർക്ക് നൽകി? 2. ഈ പ്രാവശ്യം 2 പേർക്കാണ് കീർത്തി ചക്ര. ഒന്ന് അത് മരണാനന്തരമാണ്. സമാധാന സമയത്ത് കൊടുക്കുന്ന രണ്ടാമത്തെ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് ആണ് കീർത്തി ചക്ര. 2025 മേജർ മഞ്ജിത്, പരേതനായ നായിക് ദിൽവാർ ഖാൻ എന്നിവർക്ക് ഏത് അവാർഡാണ് ലഭിച്ചത്? കീർത്തി ചക്ര. നേരത്തെ പറഞ്ഞ മാതിരി 2 പേർക്കാണ് കീർത്തി ചക്ര. ഒന്ന് മേജർ മഞ്ജിത്, രണ്ടാമത്തത് ലേറ്റ് നായിക് ദിൽവാർ. ഈ 2 പേർക്കാണ് ഈ പ്രാവശ്യം കീർത്തി ചക്ര എന്ന ഗാലൻട്രി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സമാധാനകാലത്ത് ഏറ്റവും ഉയർന്ന ധീരത അവാർഡ് ഏതാണ്? അശോക ചക്ര. അപ്പോൾ ഇന്ന് 2 ടൈപ്പ് അവാർഡ്സ് ആണുള്ളത്. ഒന്ന് പരംവീർ ചക്ര, അതായത് യുദ്ധസമയത്ത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇൻസർജൻസി ഉള്ള സമയത്ത് നൽകുന്ന ഒന്നാണ് പരംവീർ ചക്ര. രണ്ടാമത്തേത് പറയുമ്പോൾ സമാധാനകാലത്ത് നൽകുന്ന അവാർഡ് ആണ്. അതിൽ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒന്നാണ് അശോക ചക്ര. രണ്ടാമത്തേത് കീർത്തി ചക്ര. മൂന്നാമത്തേത് ശൗര്യ ചക്ര. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: 942 പോലീസ് പേഴ്സണൽ ഗെറ്റ് ഗാലൻട്രി ആൻഡ് സർവീസ് മെഡൽസ് ഓൺ ഈവ് ഓഫ് റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് 942 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധീരതയ്ക്കും സേവന മെഡലുകളും അർഹത. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡുകൾ, പ്രത്യേകിച്ച് ഗാലൻട്രി അവാർഡ്സുകൾ, പത്മ അവാർഡുകൾ എല്ലാം പ്രഖ്യാപിക്കുന്നത്. ഇതനുസരിച്ച് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ എല്ലാ അവാർഡ്സും പ്രഖ്യാപിക്കുന്നതും ഈ ഒരു സമയത്താണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് എത്ര കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളെ അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തു? 942 സേവന മെഡലുകൾ. അതായത് കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളെ അവർ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നൽകുന്ന അവാർഡ് ആണ്. ഈ അവാർഡ് ഈ പ്രാവശ്യം 942 സർവീസ് മെഡൽസ് ആണ് ലഭിച്ചിട്ടുള്ളത്. 2025 കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾക്ക് എത്ര ധീരത അവാർഡുകൾ നൽകും? 95. 95 ഗാലൻട്രി അവാർഡ്സ് ആണ് ഈ പ്രാവശ്യം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് നൽകിയിട്ടുള്ളത്. ആകെ പറയുമ്പോൾ 942 സർവീസ് മെഡൽസ്. ഈ 942 സർവീസ് മെഡൽസിൽ 95 ഗാലൻട്രി അവാർഡ്സ് ആണുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്: ഓസ്ട്രേലിയൻ ഓപ്പൺ, മാഡിസൺ ഫൈൻ ദ കീ ടു ഗ്രാൻഡ് സ്ലാം ബ്ലിസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ആനന്ദത്തിലേക്കുള്ള താക്കോൽ മാഡിസൺ കണ്ടെത്തി. സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് ടെന്നീസ് ആയി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അരീന സബ്ലങ്കയെ തോൽപ്പിച്ച് വനിതാ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 നേടിയത് ആരാണ്? മാഡിസൺ കീ. അമേരിക്കയുടെ പ്രൊഫഷണൽ ടെന്നീസ് താരമാണ് മാഡിസൺ കീ. ഈ പ്രാവശ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ അരീന സബ്ലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മാഡിസൺ കീസ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അലക്സാണ്ടർ സൗരവിനെ പരാജയപ്പെടുത്തി പുരുഷ ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 നേടിയത് ആരാണ്? ജാനകി സിന്നർ. ഇറ്റാലിയൻ പ്ലെയർ ആയിട്ടുള്ള ജാനകി സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം കരസ്ഥമാക്കി. അദ്ദേഹം അലക്സാണ്ടർ സെവറോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ജാനകി സിന്നർ ഓസ്ട്രേലിയൻ ഓപ്പണിലെ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്. ഇതും സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: അർഷദീപ് വിൻസ് T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ. T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം അർഷദീപിന്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ICC പുരുഷ T20 ആയി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയത് ആരാണ്? അർഷദീപ് സിംഗ്. ഇപ്പൊ ഇന്ത്യൻ പ്രൊഫഷണൽ ക്രിക്കറ്റ് താരമായിട്ടുള്ള അർഷദീപ് സിംഗ് ആണ് 2024 ICC പുരുഷ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടിയിട്ടുള്ളത്. T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ടൈറ്റിൽ വൺ ബൈ അർഷദീപ് സിംഗ്. ICC വനിതാ T20 ആയി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ കിരീടം നേടിയ അമേലിയ കെയർ ഏത് രാജ്യക്കാരിയാണ്? ന്യൂസിലാൻഡ്. വിമൻസിലെ ദ ബെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിന്റെ അമേലിയ കെയറിനാണ്. പുരുഷന്മാരിലാണെങ്കിൽ അർഷദീപ് സിംഗ്, ഇന്ത്യ.
ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസ് ഹെഡിംഗ് ആണിത്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചേഞ്ചസ് നെയിം ഓഫ് ഗൾഫ് ഓഫ് മെക്സിക്കോ ടു ഗൾഫ് ഓഫ് അമേരിക്ക. ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഔദ്യോഗികമായി ഏത് പേരിലാണ് മാറ്റിയത്? ഗൾഫ് ഓഫ് അമേരിക്ക. അപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഗൾഫ് ഓഫ് മെക്സിക്കോ. നമുക്കറിയാം ഗൾഫ് ഓഫ് മെക്സിക്കോ ഇത് എവിടെയാണെന്ന്. വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗമാണ് മെക്സിക്കൻ ഉൾക്കടൽ. ഇതിനെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് പറയപ്പെടുന്ന ഈ ഒരു സമുദ്രഭാഗത്തെ ഇപ്പോൾ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേര് നൽകിയിട്ടുള്ളത്. മൗണ്ട് അലാസ്ക പീക്ക് ഡെനാലിയുടെ പുതിയ പേരെന്താണ്? മൗണ്ട് മെക്കൻലി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന്, ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് മാറ്റിയതും അലാസ്ക പീക്ക് ഡെനാലിയെ ഇതിനെ മൗണ്ട് മെക്കൻലി എന്ന് പേര് മാറ്റിയിട്ടുള്ളതും. സമുദ്രനിരപ്പിൽ നിന്ന് 20,310 അടി ഉയരമുള്ള വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരം ഏതാണ്? മൗണ്ട് മെക്കൻലി. നോർത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്ക് ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 20,310 ഫീറ്റ് ആണ്. മൗണ്ട് മെക്കൻലി എന്ന പേര് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ മൗണ്ട് അലാസ്ക പീക്ക് ഡെനാലി എന്നായിരുന്നു, എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് പേരാണ് മൗണ്ട് മെക്കൻലി. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മെക്സിക്കോന്റെ പുതിയ ലേറ്റസ്റ്റ് പേരാണ് ഗൾഫ് ഓഫ് അമേരിക്ക. അപ്പം നമ്മളിന്ന് 20ഓളം കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.